സാർ, മാസ്ഡലിനായി ഓരോരുത്തരായി അണിനിരന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ആറാം തമ്പുരാൻ എന്ന് വിളിക്കുന്ന ഒരു വള്ളം ഇതിലുണ്ട്, അറിയാമോ ഉണ്ണി സാറിന്? ആറാം തമ്പുരാൻ എന്ന് വിളിക്കുന്ന ഒരു വള്ളവും കൂടിയുണ്ട്. ആരാണ്? അതെ, ആറാം തമ്പുരാൻ. ആറാം തമ്പുരാനുണ്ട്. അതുപോലെ തന്നെ കരിനാഗം നടുഭാഗം, അതാണ് ഒരു വിളിപ്പേര്, കരിനാഗം നടുഭാഗം. അങ്ങനെ പുന്നമടക്കായലിൽ ഇതാ നിരന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാസ്ഡലിന് ശേഷമാണ് മാസായിട്ടുള്ള മത്സരത്തിലേക്ക് കടക്കുന്നത്. ഓരോ ഹീറ്റ്സും നോക്കൂ ഉണ്ണി സാർ, ഈ നോവൽ എഴുതുമ്പോൾ വിചാരിച്ചിരുന്നോ ഇതുപോലെ ഈ വള്ളങ്ങളെല്ലാം അതിനേക്കാൾ ഭംഗിയായി കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ 2023 കൂടുതൽ അണിഞ്ഞൊരുങ്ങിയാണ് ഇത്തവണ ഓരോ ചുണ്ടനും എത്തിയിരിക്കുന്നത്. എത്ര മനോഹരമാണ്. ഞാൻ ഈ പറയുന്നത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഞാനൊരു ആലപ്പുഴക്കാരനാണ്, അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ വള്ളംകളി എന്ന് പറയുന്നത്. വള്ളംകളി കാത്തിരിക്കുന്ന ആളുകളാണ് ആലപ്പുഴക്കാർ. കേരളത്തിലെ മറ്റേത് ഉത്സവത്തെക്കാളും ഒരു ആലപ്പുഴക്കാരൻ്റെ ദേശീയോത്സവം എന്ന് പറയുന്നത് ഈ പറയുന്ന പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഈ നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ മാത്രം ആലപ്പുഴയിൽ നിന്ന് എത്ര ദൂരത്തിൽ പോയി താമസിക്കുന്ന ആളായാലും നെഹ്റു ട്രോഫി ദിവസം ആലപ്പുഴയിലെത്തുക, ആലപ്പുഴ നഗരത്തിലൂടെ നടക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ആവേശമാണ്. ആ അർത്ഥത്തിൽ ആലപ്പുഴക്കാരുടെ യഥാർത്ഥ ദേശീയോത്സവം എന്ന് പറയുന്നത് ഈ പറയുന്ന പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫിയാണ്. ടി വി പ്രസാദ് ഇതാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ചുണ്ടൻ പോരിലേക്ക് കടക്കാറായോ? മാസ്ഡൽ തുടങ്ങാറായോ? ഇല്ല, തുടങ്ങാറായില്ല സുജയ. ഇനിയും ചുണ്ടനുകൾ അടുപ്പിക്കാറുണ്ട്. ഞാൻ നിൽക്കുന്ന ഫിനിഷിംഗ് പോയിന്റിന്റെ വലതുഭാഗത്ത് ഇനിയും 2 ചുണ്ടനുകൾ കൂടി ബാക്കിയുണ്ട്. എല്ലാ ചുണ്ടനുകളും ഒരുപോലെ അടുത്തതിന് ശേഷം എല്ലാവരുടെയും തുഴ ഉയർത്തി വളരെ താളത്തിലുള്ള ഒരു ചലിപ്പിക്കലുണ്ട്. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണത്. അതിനുശേഷം ഓരോ ചുണ്ടൻ വെള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി നീങ്ങും. അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് ഓരോ ഹീറ്റ്സിലും മത്സരിക്കുന്ന 4 വീതം ചുണ്ടനുകൾ ഒന്നിനു പിറകെ ഒന്നായി നിർത്തി അവിടെ നിന്ന് തുടങ്ങി ഏതാണ്ട് 4-4.5 മിനിറ്റ് എടുക്കും തുടങ്ങി ഇവിടെ ഫിനിഷിംഗ് പോയിന്റിലെത്താൻ. എല്ലാ കണ്ണുകളും ഇനിയിപ്പോൾ ഇതിലേക്കാണ്. ആരാകും എന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യത്തെ ഹീറ്റ്സിൽ നിന്ന് ചിലപ്പോൾ ആരും തിരഞ്ഞെടുക്കപ്പെടണമെന്നില്ല. കാരണം ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്യുന്നവരാണ്. അതല്ലാതെ ഒന്നാം സ്ഥാനക്കാരല്ല. ചിലപ്പോൾ ആദ്യ ഹീറ്റ്സിൽ തന്നെ 3 ടീമുകൾ ചിലപ്പോൾ വന്നേക്കാം, 2 ടീമുകൾ ചിലപ്പോൾ വന്നേക്കാം ഫൈനലിലേക്ക്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ കാഴ്ചകൾ നമ്മളെ ത്രസിപ്പിക്കും. ഇതാ നമ്മളിവിടെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് കാണുന്ന കാഴ്ച, 2 ചുണ്ടൻ വള്ളങ്ങൾ കൂടി ഈ മാസ്റ്ററിന് വേണ്ടി ഒരുങ്ങുകയാണ്. പതിയെ മന്ദം നീങ്ങുകയാണ്. ഇങ്ങനെ സാവധാനം തുഴഞ്ഞു പോകുന്ന ചുണ്ടൻ വെള്ളങ്ങളെ ഇനി നമുക്കിവിടെ കാണാൻ കഴിയില്ല. ഇനി കാണാൻ കഴിയുന്നത് ഓളപ്പരപ്പിലൂടെ തീപ്പാറിക്കുന്ന ചുണ്ടനുകളെയാണ്. അങ്ങനെ 19 ചുണ്ടൻ്റെ ആവേശകരമായ മത്സരം നമുക്ക് കാണാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. ആര് മുത്തമിടും ഇത്തവണ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അഞ്ചാമത്തെ തവണ തുടർച്ചയായി മുത്തമിട്ട് റെക്കോർഡിടാൻ BBC തയ്യാറെടുക്കുമ്പോൾ ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് UBC ഉണ്ട്, മറ്റ് നിരവധി സ്പോർട്സ് ക്ലബ്ബുകളുണ്ട്. ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കണം. അത് കാണാൻ, അവരെ ആ ആവേശത്തിൻ്റെ കൊടുമുടി കയറ്റാൻ ഓരോ ടീമിൻ്റെയും 100 കണക്കിന് ആളുകളാണ് ആവേശഭരിതരായി ഇരുകരകളിലായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. അവരെ ആവേശഭരിതരാക്കി ഓരോ ചുണ്ടൻ വെള്ളങ്ങളും ഓളപ്പരപ്പിൻ്റെ മുകളിലൂടെ ഒരു തീ പോലെ ഇങ്ങനെ പറന്ന് വരുന്ന ആ കാഴ്ചയുണ്ടല്ലോ സുജയ, ആ കാഴ്ചയുണ്ടല്ലോ ഉണ്ണി ബാലകൃഷ്ണൻ, മനോഹരമായ കാഴ്ച. നിങ്ങൾ അവിടെ നിന്ന് ഫ്ലോറിൽ നിന്ന് 2 പേർ ഇത് കാണുമ്പോൾ നമ്മളിതാ നേരിട്ട് കണ്ണുകൊണ്ട് കാണുകയാണ്, അത് അനുഭവിക്കുകയാണ്. നിരവധി ക്യാമറകളിലൂടെ ഈ ജലപൂരത്തിന്റെ വിസ്മയ കാഴ്ചകൾ, പുന്നമടയുടെ ഓളമനങ്ങിയാൽ അത് ഒപ്പിയെടുക്കുന്ന ക്യാമറകൾ, അതാണ് റിപ്പോർട്ടറിന്റെ പ്രത്യേകത. പുന്നമടയിലെ ഓരോ ഓളത്തിനൊപ്പവും ഓരോ തുഴയ്ക്കൊപ്പവും തുഴത്താളത്തിൽ ചലിക്കുന്ന ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ ഇതാ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ജലവിസ്മയമായി മാറാൻ പോകുന്ന പുന്നമടയിലെ ജലപൂരം ഇതാ തുടങ്ങുകയായി. ഉണ്ണിസാർ, ഓരോ ഹീറ്റ്സും ഓരോ ഫൈനലായി മാറാൻ പോകുന്നു. ഓരോ ഹീറ്റ്സിലും അണിനിരക്കുന്ന വള്ളങ്ങൾ അതൊരു ട്വിസ്റ്റിലേക്ക് പോകുമോ എന്ന് പോലും എനിക്കിപ്പോൾ ഒരു ടെൻഷൻ ആകുന്നു ഉണ്ണിസാർ. അത്രയും ഏറ്റവും പാരമ്പര്യമുള്ള ഏറ്റവും മികച്ച വള്ളങ്ങളാണ് ഈ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ജവഹർ തായങ്കരി, കാരിച്ചാൽ, ചമ്പക്കുളം, നടുഭാഗം, ആനാരി, പുത്തൻചുണ്ടൻ, വാലിയ ദിവാൻജി എന്നിങ്ങനെ പാരമ്പര്യമുള്ള
ഓളപ്പരപ്പിലെ ജലരാജാക്കന്മാരായിട്ടുള്ള വള്ളങ്ങളാണ് ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. 19 ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്ന ഈ മത്സരം എന്ന് പറയുന്ന അനുനിമിഷം ആവേശകരമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കുട്ടനാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും, ആലപ്പുഴയിലെ മുഴുവൻ ജനങ്ങളുടെയും, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവേശമായ ഈ ജലപ്പരപ്പിലെ, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന് സാക്ഷികളാകാൻ 10,000-കണക്കിന് ആളുകളാണ് ഈ പുന്നമടക്കായലിന്റെ ഇരുവശത്തും തടിച്ചു കൂടിയിരിക്കുന്നത്. അതുകൂടാതെ ടെലിവിഷനിലൂടെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ. എല്ലാ ദുഃഖവും മറന്ന് ആഘോഷത്തിന്റെ, ആവേശത്തിന്റെ ഈ സമയത്ത് ഒത്തൊരുമയുടെ ഒരു ഉത്സവത്തിനൂടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്.